നമുക്ക് വിനയ് ഫോർട്ട് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഫാമിലി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, എല്ലാവർക്കും സഹായമൊക്കെ ചെയ്യുന്ന സ്നേഹമുള്ള ഒരാൾ. അയാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇന്നും ഒരുപാട് കുട്ടികളും അനുഭവിക്കുന്ന കാര്യങ്ങൾ. കുടുംബത്തിലുള്ളവരെ സൂക്ഷിക്കണം, ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന സന്ദേശം തരുന്ന ഈ ഒരു സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ സോണി തന്റെ അങ്കിളിന്റെ മകനായ സുബിനെയും കൊണ്ട് സുബിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തെന്നാൽ തലേ ദിവസം രണ്ടുപേരും സിനിമ കാണാനായി പോയിരുന്നു. ലേറ്റ് ആയതിനാൽ സുബിൻ സോണിയുടെ വീട്ടിലാണ് അന്നേ ദിവസം നിന്നതും. അങ്ങനെ സോണിയാണെങ്കിൽ സുബിനെ കൊണ്ടുവന്നാക്കിയിട്ട് തിരികെ പോകുന്നുമുണ്ട്. വീടിനുള്ളിലേക്ക് കയറി സുബിനാണെങ്കിൽ തന്റെ റൂമിലെത്തി കണ്ണാടിയിലൊക്കെ ചുണ്ടിലും കഴുത്തിലുമൊക്കെ എന്തെങ്കിലും മുറിവുകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് സോണിയുടെ വീടാണ്. സോണിയുടെ അച്ഛനും അമ്മയും ഫോൺ വിളിച്ചിട്ട് സോണിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സോണി ബി.എഡ് പാസ്സായി നിൽക്കുകയാണ്. എന്നാൽ ഇതുവരെയും സോണിക്ക് ജോലിയായിട്ടില്ല. അക്കാര്യമൊക്കെ അച്ഛനും അമ്മയും ചർച്ച ചെയ്യുന്നുണ്ട്. സോണിയുടെ അച്ഛന്റെ സഹോദരിയാണെങ്കിൽ ഒരു കന്യാസ്ത്രീ കൂടിയാണ്. അങ്ങനെ ഇരിക്കെ അവരുടെ നാട്ടിലാണെങ്കിൽ പുലി ഇറങ്ങുന്നതിനാൽ ആകെ പ്രശ്നം. അവിടെയുള്ള മൃഗങ്ങളെയും ഒക്കെ പുലി കഴിക്കുന്നതിനാൽ നാട്ടുകാരെല്ലാരും ചേർന്ന് പുലിയെ പിടികൂടുവാനായി ഒരു കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുഴിയിൽ വീണത് ഒരു പശുവായിരുന്നു. ആ പശുവിനെ എല്ലാവരും ചേർന്ന് രക്ഷിക്കുകയാണ്. പശുവിനെ രക്ഷിക്കുന്ന നാട്ടുകാരുടെ ദൗത്യത്തിൽ സോണിയും കൂടെ ചേരുകയാണ്. അതേസമയം തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ട്, എന്റെ മകൾ ബാക്കി എല്ലാ വിഷയവും നന്നായി പഠിക്കും, എന്നാൽ മാത്സിൽ കുറച്ച് ഉഴപ്പാണ്, അതുകൊണ്ട് വീട്ടിൽ വന്ന് സ്പെഷ്യൽ ട്യൂഷൻ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സോണിയാണെങ്കിൽ അതിന് സമ്മതിക്കും. എന്നാൽ മറ്റൊരു വശത്ത് ജോർജ് എന്നൊരാളിന്റെ വീടാണ് കാണിക്കുന്നത്. രാത്രി തന്നെ അയാളുടെ മകളാണെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. മകളുടെ പേരാണ് നീതു. നീതു എന്നിട്ട് തന്റെ ബാഗും എടുത്ത് അവിടെ നിന്നും ഒളിച്ചോടി പോകുന്നതാണ് കാണിക്കുന്നതും. അടുത്ത ദിവസം രാവിലെ തന്നെ സോണി തന്റെ കുടുംബ വീട്ടിലേക്ക് വരും. കുടുംബ വീട്ടിൽ സോണിയുടെ മുത്തശ്ശനും പിന്നെ അവന്റെ ഏറ്റവും ഇളയ അങ്കിളും അങ്കിളിന്റെ ഭാര്യയെ റാണിയുമാണുള്ളത്. റാണിയാണെങ്കിൽ പ്രഗ്നന്റുമാണ്. എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സോണിയോട് റാണി പറയും, തന്റെ സഹോദരിക്ക് ബാംഗ്ലൂർ പോയി പഠിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ വീട്ടിലാരും സമ്മതിക്കുന്നില്ല. ബാംഗ്ലൂർ പോയാൽ അവൾ ചീത്തയായി പോകുമെന്നാ എല്ലാവരും പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ സോണി പറയും, അങ്ങനെയൊന്നുമില്ല, അവിടെ അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവൾക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ മഠം റെഡിയാക്കിയാൽ പോരെ, അത് ഞാൻ ഏറ്റുവെന്നും സോണി പറയും. അന്ന് ആ പശുവിനെ രക്ഷിക്കുന്ന ദൗത്യത്തിൽ സോണിയും പങ്കെടുത്തപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനാണെങ്കിൽ തന്റെ മകളെ മാത്സ് ട്യൂഷൻ പഠിപ്പിക്കുമെന്ന് ചോദിച്ചില്ലേ. അങ്ങനെ ആ കുട്ടിയെ ട്യൂഷൻ പഠിപ്പിക്കുവാനായി സോണി അവരുടെ വീട്ടിലേക്കും പോകും. ആ കുട്ടി ചെയ്യുന്ന കണക്കൊക്കെ തെറ്റായിരുന്നു. സോണിയാണെങ്കിൽ അവളെ വഴക്ക് പറയുകയും ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്തേക്ക് കൈയൊക്കെ കൊണ്ടുപോകുന്നതും കാണിക്കുന്നുണ്ട്. പിന്നും ആ കുട്ടി ചെയ്യുന്നതെല്ലാം തെറ്റായതിനാൽ കുറച്ചു സമയത്തേക്ക് സോണി ആ കുഞ്ഞിനടുത്തേക്ക് എണീച്ചു ചെല്ലും. എന്നാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണിക്കുന്നതേയില്ല. സോണി ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയാണ് ചെയ്തത്. അന്നേ ദിവസം രാത്രി തന്നെ എല്ലാവരും പ്രാർത്ഥനയ്ക്കിരുന്നപ്പോഴും ആ കുഞ്ഞ് വല്ലാത്ത വിഷമത്തിലുമായിരുന്നു. ആരോടും സംസാരിക്കുന്നതോ മിണ്ടുന്നതോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ജോർജിന്റെ മകൾ നീതുവാണെങ്കിൽ ഒളിച്ചോടിപ്പോയില്ലേ. നീതുവിനെ നാട്ടുകാരെല്ലാവരും ചേർന്ന് പിടികൂടി വീട്ടിലേക്കും കൊണ്ടുവന്നിരുന്നു. നീതുവാണെങ്കിൽ വല്ലാത്തൊരു വിഷമാവസ്ഥയിലുമാണ്. എന്നാൽ അതൊന്നും താങ്ങാനാകാതെ ഒരാൾ അവിടെ ഉണ്ടല്ലോ, നീതുവിന്റെ അച്ഛൻ. നീതു അടുത്ത് വന്നിട്ട് പോലും അച്ഛനൊന്നും മിണ്ടുന്നതേയില്ല. നീതുവിന്റെ ആ പ്രവൃത്തിയാണെങ്കിൽ അച്ഛനെ വല്ലാതെ ബാധിച്ചിരുന്നു. മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരുടെ ഓരോ ചോദ്യവും അച്ഛന് താങ്ങാനായും പറ്റുന്നില്ല. വേറൊന്നും സംഭവിക്കാതെ മകളെ കിട്ടിയത് തന്നെ ഭാഗ്യം. അഥവാ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, അവിടെ കൊണ്ടുവന്ന് കാണിക്കാമെന്നൊക്കെ നാട്ടുകാർ സംസാരിക്കുന്നത് അച്ഛന് താങ്ങാനായില്ല. ആ വിഷമം താങ്ങാനാകാതെ ജോർജ് ആണെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യയും ചെയ്തു. അന്നേ ദിവസം എല്ലാവരും മരണത്തിന് പങ്കെടുക്കുവാനായി പോയ സമയത്ത് തന്നെയായിരുന്നു സോണി ട്യൂഷൻ പഠിപ്പിക്കുവാനായി ചെന്നതും. ആ പെൺകുട്ടിയാണെങ്കിൽ സോണിയുടെ വണ്ടി വരുന്ന ശബ്ദം കേട്ട ഉടനെ തന്നെ കഥ കടച്ചു കളയുകയാണ് ചെയ്തത്. അവൾക്കാണെങ്കിൽ വല്ലാത്ത പേടിയും ടെൻഷനുമായിരുന്നു. അതിൽ നിന്നും സോണി അവളോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. സോണിയാണെങ്കിൽ എത്ര കഥകിൽ തട്ടിയിട്ടും അവൾ തുറന്നതേയില്ല. അതുവഴി പോയ ഒരു ചേച്ചിയോട് ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് മരിപ്പിന് പോയി കാണുമെന്നും ചേച്ചി പറഞ്ഞിട്ട് പോവുകയാണ്. സോണിയാണെങ്കിൽ അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്യുന്നു. അതിനുശേഷം സോണി നേരെ ചെയ്യുന്നത് തന്റെ അങ്കിളായ റോയിക്ക് അടുത്തേക്കായിരുന്നു. റോയി ആരെന്നാൽ സുബിന്റെ അച്ഛനാണ്. റോയി സോണിയോട് പറയും, കുറച്ചു ദിവസമായി നമ്മുടെ സുബിന്റെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസമുണ്ട്. അവൻ ആരോടും മിണ്ടുന്നതേയില്ല. മാത്രമല്ല സ്കൂളിൽ നിന്നൊക്കെ വിളിച്ച് പരാതി പറയുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് സുബിൻ എന്തോ മോശമായി പറഞ്ഞു. പക്ഷെ അത് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യമാണെന്നാണ് ടീച്ചർ പറയുന്നത്. അവനോട് ഞാൻ ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞില്ലെന്നും റോയി പറയുകയാണ്. അത് കേട്ട സോണിയാണെങ്കിൽ നമുക്ക് ശരിയാക്കാം, അവനോട് ഞാൻ സംസാരിക്കാമെന്നും സോണി പറയുന്നു. മറ്റൊരു വശത്ത് സോണിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുബിൻ. സുബിനും സോണിയുടെ സഹോദരനായ നോബിയും കൂടി ചെസ് കളിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നോബി അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. എന്നാൽ സുബിനാണെങ്കിൽ സോണിയെ കാത്തിരിക്കുകയാണ്.
സോണിയെ കാണാതെ സോണിയുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട്, സോണി ചേട്ടൻ എപ്പോ വരും? ഞാൻ അന്ന് കണ്ടതാ, പിന്നെ അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും കണ്ടിട്ടില്ല. സോണി ചേട്ടൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതാണെന്നും സോണിയുടെ അമ്മയോട് പറയും. അത് കേട്ട സോണിയുടെ അമ്മയാണെങ്കിൽ, അവൻ ഈ ഇടയായിട്ടെ വലിയ തിരക്കാണ്, അവൻ ഇപ്പൊ വരുമെന്നും സുബിനോട് പറഞ്ഞു. അങ്ങനെ സുബിനാണെങ്കിൽ സോണിയെ കാത്തിരിക്കുകയാണ്. അതേസമയം സോണിയാണെങ്കിൽ തന്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവരെല്ലാവരും ചർച്ച ചെയ്യുന്നത് നീതുവിന്റെ വീട്ടിലെ അവസ്ഥയെ പറ്റിയാണ്. ജോർജേട്ടൻ മരിച്ചിൽ പിന്നെ നീതുവിന്റെ വീട്ടിലെ അവസ്ഥ വലിയ കഷ്ടമാണ്. നാട്ടുകാരൊക്കെ അതും ഇതും പറയുന്നെന്ന് പറഞ്ഞ ജോർജേട്ടൻ ആത്മഹത്യ ചെയ്തെന്നും സോണി പറയും. എന്നിട്ട് സോണി പറയും, അവരുടെ വീട്ടിലേക്ക് പോകാൻ നല്ല ഒരു വഴി പോലുമില്ല. നമ്മൾ ഓരോ സ്ഥലമൊക്കെ പോയി വൃത്തിയാക്കി കൊടുക്കുന്നതല്ലേ, നമുക്ക് ആ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ എന്താന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവരൊക്കെ ഇരുന്ന് പിന്നീട് നീതു ഒളിച്ചോടി പോയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഈ നീതുവാണെങ്കിൽ ദൂരെ എവിടെയോ ഉള്ളൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവളാണെങ്കിൽ ആ പയ്യനോടൊപ്പം ഇറങ്ങിപ്പോയി. എന്നാൽ അവന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അവന് വിവാഹം കഴിഞ്ഞ് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന്. എന്നാൽ അവിടെയൊക്കെ അവർക്ക് പരിചയമുള്ള കുറച്ചു പേരുള്ളതിനാൽ നീതുവിനെ കൈയോടെ പിടികൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ കാര്യമൊക്കെ അവർ ചർച്ച ചെയ്യുന്നുമുണ്ട്. അന്നേ ദിവസം തന്നെ സോണിയെ കാത്തിരുന്ന് സുബിനാണെങ്കിൽ സോണിയുടെ റൂമിൽ കിടന്ന് തന്നെ ഉറങ്ങിപ്പോയി. സോണി വീട്ടിലേക്ക് വന്ന സമയത്ത് സുബിൻ കട്ടിലിൽ കിടക്കുകയാണല്ലോ. സോണി കട്ടിലേക്ക് കിടന്നതും സുബിൻ ചോദിക്കും, ചേട്ടൻ ഈ ഇടയായി എന്നോടധികം മിണ്ടാറില്ലല്ലോ, എന്നെ എന്തിനാ ഇങ്ങനെ ഒഴിവാക്കുന്നത്? ചേട്ടൻ എന്നോട് വല്ല ദേഷ്യവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സോണി പറയും, നിന്റെ സ്വഭാവത്തിൽ ഈ ഇടയായിട്ട് നല്ല മാറ്റമുണ്ടല്ലോ. നീ ആ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് എന്ത് മോശമായിട്ടാ പറഞ്ഞത്? അത് കേട്ട സുബിനാണെങ്കിൽ ഞാൻ ഒന്നും തന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നവൻ കരയുകയാണ് ചെയ്യുന്നത്. സോണിയും അവനോട് ഓരോന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം സോണിയും കൂട്ടരും പള്ളിയിൽ അച്ഛനെ കാണുവാനായിട്ട് പോവുകയാണ്. എന്തെന്നാൽ നീതുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന കാര്യം പറയുവാനായിട്ടാണ് പോകുന്നത്. മാത്രമല്ല സോണിക്കൊരു സ്കൂളിൽ ജോലിയും റെഡിയായിട്ടുണ്ട്. അക്കാര്യവും അച്ഛനോട് പറയുന്നുമുണ്ട്. നാട്ടുകാർക്കൊക്കെ നല്ലത് ചെയ്യുന്ന സോണിയെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈസ്റ്റർ എത്തുകയാണ്. ഈസ്റ്റർ ആഘോഷിക്കുവാനായിട്ട് എല്ലാവരും കുടുംബ വീട്ടിൽ ഒത്തുചേരും. അന്ന് എല്ലാവരും അവിടെ എത്തിയ സമയമായിരുന്നു. മുത്തശ്ശനാണെങ്കിൽ ഒരു കള്ളുകുപ്പി റാണിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ചായ്പിൽ കൊണ്ടുവന്ന് വെക്കാനായും പറഞ്ഞു. റാണി അതുമായി ചായ്പിലേക്ക് ചെന്ന് കതക് തുറക്കുന്ന സമയത്ത് ആ ചായ്പിനുള്ളിൽ സോണിയും മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി മറ്റാരുമല്ല, സോണിയുടെ അച്ഛന്റെ സഹോദരന്റെ മകളാണ്. റാണിയെ കണ്ടതും അവർ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. റാണിക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് എന്തോ പോലെയാകുന്നു. ഇവിടെ എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ സോണി പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു വൈൻ കുപ്പി അന്വേഷിക്കുകയായിരുന്നു എന്നായിരുന്നു. എന്നാൽ റാണിക്ക് ആ പെൺകുട്ടിയുടെ മുഖമൊക്കെ വിളറിയിരിക്കുന്നത് കണ്ട് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അടുത്ത ദിവസം നടക്കാനായി ഇറങ്ങിയ റാണിയാണെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ജയയോട് സോണിയെ പറ്റി സംസാരിക്കും. സോണിയുടെ സ്വഭാവം എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ പാവമാ, നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളോടൊക്കെ എന്ത് കാര്യമാ, അവൻ നല്ല സ്വഭാവമാണെന്നും ജയ പറയും. എന്നാൽ അത് കേട്ട റാണിയാണെങ്കിൽ അന്നേ ദിവസം ചായപ്പിൽ കണ്ട കാര്യത്തെ പറ്റി പറയും. അപ്പോൾ ജയ പറയുന്നത്, നീ സംശയിക്കും പോലെ ഒന്നുമല്ല, അവൻ പാവമാ, അതൊക്കെ നിന്റെ വെറും തോന്നലാണെന്ന് ജയ പറയുമ്പോൾ, അല്ല, എന്റെ തോന്നലൊന്നും അല്ലായിരുന്നു, അവളുടെ മുഖം ആകെ വിളറിയിരുന്നു, പിന്നീട് അവൾക്ക് എന്റെ മുഖത്ത് നോക്കാൻ പോലും ഒരു വല്ലായ്മയായിരുന്നു എന്നും റാണി പറയും. അത് കേട്ട ജയാണെങ്കിൽ, നീ വേറൊന്നും ചിന്തിക്കണ്ട, പിന്നെ ഈ കാര്യം മറ്റാരോടും പറയണ്ട എന്നും പറയുന്നു. സോണിയുടെ സഹോദരനായ നോബിയാണെങ്കിൽ മീൻ പിടിക്കുവാനായി ഇരിക്കുകയായിരുന്നു. അവിടേക്കെത്തിയ സോണിയാണെങ്കിൽ, ഞങ്ങൾ നീതുവിന്റെ വീട് വൃത്തിയാക്കാൻ പോകുന്നുണ്ട്, നീ വരുന്നോ എന്ന് ചോദിക്കും. എന്നാൽ അതിന് നോബിയാണെങ്കിൽ ഇല്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, ആരോടൊപ്പമാ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നെന്നും സോണി ചോദിക്കും. അതിന്റെ കൂട്ടുകാരനോടൊപ്പമാണ്. അത് കേട്ട സോണിയാണെങ്കിൽ, നീ പോകുന്നെങ്കിൽ എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുവാനായും പറയും. എന്നാൽ അതിന് നോബി പറഞ്ഞ മറുപടി വേണ്ട എന്നായിരുന്നു. നോബിക്കാണെങ്കിൽ സോണിയോട് സംസാരിക്കുന്നത് പോലും അത്ര താല്പര്യമേ ഇല്ല. ഇതെല്ലാം കണ്ടിട്ട് തോന്നുന്നത് സോണിയുടെ സ്വഭാവം മിക്കവാറും നോബിക്കും അറിയാമായിരിക്കും. എന്നാൽ മറ്റൊരു വശത്ത് സോണിയും കൂട്ടനും ചേർന്ന് നീതുവിന്റെ വീട് വൃത്തിയാക്കുകയായിരുന്നു. അപ്പോൾ നീതുവാണെങ്കിൽ എല്ലാവർക്കും ചായയായിട്ട് വരും. നീതുവിനോട് സോണി ചോദിക്കും, ചടങ്ങുകളൊക്കെ നടത്താനുള്ള കാര്യമൊക്കെ എന്തായി? എന്നാൽ നീതുവാണെങ്കിലോ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്തതിനാൽ ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല എന്നായിരുന്നു അവൾ പറഞ്ഞതും. നീ പേടിക്കണ്ട, കാശിനെ കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ എല്ലാ കാര്യവും നോക്കിക്കൊള്ളാം എന്നും പറയും. അത് കേൾക്കുന്നതും നീതുവിനും ഒരു സമാധാനമാകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ചടങ്ങിന്റെ കാര്യവും പറഞ്ഞ് സോണി അവരുടെ വീട്ടിൽ കയറി ഇറങ്ങുവാനായും തുടങ്ങി. നീതുവിനോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. നീതുവിനാണെങ്കിലോ സോണിയെ ഇഷ്ടമായും തുടങ്ങി. അവർക്ക് രണ്ടുപേർക്കുമിടയിൽ ഒരു പ്രണയം മുട്ടിടുകയാണ്. എന്നാൽ അത് മുതലെടുത്ത സോണിയാണെങ്കിൽ അവളെയും കൊണ്ട് ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ പോവുകയും അവളുടെ ശരീരത്തിലേക്ക് തൊടുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ സോണി സുബിനെ പാട്ട് പഠിപ്പിക്കാൻ എന്ന പേരിൽ സുബിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവനെയും കൂട്ടി ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. ആരുമില്ലാത്ത വിജനമായ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി അവനോട് മോശമായൊക്കെ പെരുമാറുന്നു.
അങ്ങനെ ഇരിക്കെ സോണിയുടെ അച്ഛന്റെ സഹോദരിയായ കന്യാസ്ത്രീയാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. സോണിയുടെ വീട്ടിലെത്തിയ ആ ഒരു കന്യാസ്ത്രീയാണെങ്കിൽ സോണിയുടെ അച്ഛനോടൊക്കെ സംസാരിക്കും. സോണിക്ക് വേണ്ടിയിട്ട് പുതിയൊരു കല്യാണാലോചനയുമായിട്ടാണ് വന്നത്. അന്നേ ദിവസം അവരവിടെ നിൽക്കുവാനേയും കൂട്ടാക്കിയില്ല. അടുത്തുള്ള മഠത്തിലേക്ക് പോകുവാനാണ് അവർക്ക് താല്പര്യവും. സോണിയാണ് അവിടേക്ക് അവരെ കൊണ്ടുപോകുന്നതും. സോണിയോട് അവർ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിലെ പുതുതായിട്ടൊരു അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛന്റെ പ്രാർത്ഥന കേൾക്കണം. നമ്മൾ എന്ത് പാപം ചെയ്താലും അതെല്ലാം അതോടുകൂടി പോകും. പിന്നെ നീ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാൾ ഞാൻ അതെല്ലാം നിന്റെ കുട്ടികളിയായിട്ടാ കണക്കാക്കിയിരിക്കുന്നത്. നീ ബുദ്ധിയുള്ളവനല്ലേ, നിനക്കതെല്ലാം തിരുത്താൻ സമയമുണ്ട്. നീ അച്ഛന്റെ പ്രാർത്ഥന കേൾക്കണമെന്നും പറയും. എന്തെന്നാൽ ആ കന്യാസ്ത്രീ ഉദ്ദേശിച്ചത് നീതുവും സോണിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയായിരുന്നു. അവരൊക്കെ അത് അറിഞ്ഞിട്ടുമുണ്ട്. അടുത്ത ദിവസം തന്നെ ആ കന്യാസ്ത്രീ അവരുടെ കുടുംബ വീട്ടിലേക്ക് എത്തും. കുടുംബ വീട്ടിലുള്ള മുത്തശ്ശനോടൊക്കെ സംസാരിച്ചതിന് ശേഷം റാണിയോട് ചോദിക്കും, നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ, നമ്മൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത്. നീ ജയയോടൊരു കാര്യം പറഞ്ഞെന്നറിഞ്ഞല്ലോ. ജയയ്ക്ക് അത്രയും വിഷമം വന്നിട്ടാണ് അവൾ എന്നെ വിളിച്ചു പറഞ്ഞത്. നീ എന്തിനാ സോണിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? നീ നിന്റെ കണ്ണിൽ കണ്ടതല്ലല്ലോ. അറിഞ്ഞൂടാത്ത കാര്യങ്ങളെ പറ്റി ഒന്നും പറയരുത്. സോണിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മകനെ പോലെയാ. അവൻ നല്ലവനാ, അവൻ എല്ലാവരോടും സ്നേഹമുള്ളവനാ, അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിലെ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം കൊന്ത ചൊല്ലേണ്ട സമയത്തിനിരുന്ന് സീരിയലുകളൊക്കെ കാണുന്നതുകൊണ്ടാ. ഈ സീരിയലുകളൊക്കെയാ ഇതിന് ഏറ്റവും വലിയ കുഴപ്പമെന്നും പറഞ്ഞ് റാണിക്കും ഭർത്താവിനും വേണ്ടി ജപിച്ചൊരു കൊന്തയും കൊടുത്തിട്ടാണ് പോകുന്നതും. അങ്ങനെ ഇരിക്കെ സോണിയുടെ അച്ഛനാണെങ്കിൽ നീതുവുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞിരിക്കുന്നു. നീതുവുമായിട്ടുള്ള നിന്റെ കറക്കത്തെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞു. നാട്ടുകാരെ കൊണ്ട് നീ കൂടുതൽ അതും ഇതൊന്നും പറയിക്കരുത്. ആ ഒരു ബന്ധം നമുക്ക് ഉറപ്പായും ചേരില്ല. ഞാനതിന് സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് നീ ഇതോടെ ഇത് അവസാനിപ്പിച്ചു എന്നും അച്ഛൻ പറയുന്നു. എന്നിട്ട് അച്ഛൻ ഉടനെ തന്നെ നീതുവിന്റെ വീട്ടിലേക്കും പോകുന്നുണ്ട്. നീതുവിന്റെ അമ്മയോട്, നിങ്ങളുടെ മകൾ ഇനി ഒരിക്കലും എന്റെ മകനെ കാണരുത്. ഈ ഒരു ബന്ധം ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അത് കേട്ട് ദേഷ്യം വന്ന നീതുവിന്റെ അമ്മയാണെങ്കിൽ നീതുവിനെ ഒരുപാട് തല്ലും. അങ്ങനെ ഇരിക്കെ നീതുവും സോണിയും ഒരു സ്ഥലത്ത് വെച്ച് കാണുകയാണ്. നീതുവാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം സോണിയോട് പറയും. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. അതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ കാരണം സോണി ചേട്ടൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് നീതു പറയുന്നു. എന്നാൽ സോണി അതിന് മറുപടി പറഞ്ഞത്, ഞാനിപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് എന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. എന്നിട്ട് അവർ രണ്ടുപേരും അവസാനമായി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആവുകയാണ്. കന്യാസ്ത്രീ പറഞ്ഞതെല്ലാം അനുസരിക്കുവാനായിട്ടും സോണി തീരുമാനിച്ചു. സോണിയാണെങ്കിൽ ആ അച്ഛന്റെ പ്രാർത്ഥന കേൾക്കുവാനായും പോയി. എന്നിട്ട് കന്യാസ്ത്രീ കൊണ്ടുവന്ന ആലോചന അവൻ സമ്മതിച്ച് പെണ്ണ് കാണുവാനായും എത്തിയിരിക്കുകയാണ്. ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായി ആ ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. സോണിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ്. അവൻ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അവിടെ അസംബ്ലിയിൽ എല്ലാ കുട്ടികൾക്കും മുന്നിലായിട്ട് സോണിയെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. അതേസമയം തന്നെ മഴ പെയ്യുകയാണ്. മഴ പെയ്ത് എല്ലാ കുട്ടികളും ഓടി ക്ലാസ്സിലും കയറുന്നു. കുട്ടികൾക്കിടയിൽ ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് സോണി. സ്വന്തം കുടുംബത്തിലുള്ള കുട്ടികളോട് പോലും മോശമായി പെരുമാറുന്ന സോണി ഇനി ഈ കുട്ടികളോട് എന്തൊക്കെയാവും ചെയ്യുന്നുണ്ടാവുക? പല കുടുംബത്തിലും പല ആളുകൾക്കും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.